Hi dears, Nishi's Kitchen Vlogs ilekku swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി അറബിക് പുഡിംഗ് ആണ്. ഇതിന്റെ പേര് ഐഷ് അൽ സറായ. അപ്പോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചെറിയ ട്രേയിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ചെറിയ അളവിന് ബ്രെഡ് എടുത്തത്. ഇതിനി കട്ട് ചെയ്യണം. ഞാനിപ്പം ഒരു ബ്രെഡ് പീസിനെ 4 ആയിട്ട് കട്ട് ചെയ്യുന്നത്. അത്ര സൈസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിന്റെ 4 അറ്റം വേണം മുറിച്ച് മാറ്റാം. ഞാനിപ്പം മാറ്റുന്നില്ല. 3 സ്ലൈസ് ബ്രെഡും 4 കഷ്ണം വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ടോസ്റ്റ് ചെയ്തെടുക്കണം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകുമ്പോൾ മുറിച്ച് വെച്ച ബ്രെഡ് പീസ് പാനിലേക്ക് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ 2 സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് പീസും കൂടെ ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി പുഡിംഗ് സെറ്റ് ചെയ്യേണ്ട ട്രേയിൽ നിരത്താം. ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്രെഡിനെ വീണ്ടും പീസാക്കിയിട്ടുണ്ട്. ട്രേയിൽ നിറച്ചും ബ്രെഡ് പീസ് നിരത്തിയിട്ടുണ്ട്. ഇത് ചെറിയ ട്രേ ആയതുകൊണ്ട് കുറച്ചേ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി ഞാൻ വേറെ ട്രേയിൽ സെറ്റ് ചെയ്യും. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇവിടെ അടുപ്പത്ത് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഇളക്കി അലിയിച്ചെടുക്കാം. ഇപ്പൊ പഞ്ചസാരയിൽ അരിഞ്ഞ് ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കട്ടിയിൽ സിറപ്പാക്കി എടുക്കാം. ഇപ്പൊ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയി. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ബ്രെഡ് സെറ്റ് ചെയ്തതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി പുഡിങ്ങിന്റെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇനി തീ കത്തിച്ച് ഇത് തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കട്ടിയാക്കി എടുക്കാം. ഫ്രഷ് ക്രീം ചേർത്തുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും. ഇപ്പൊ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത പാലൊഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് കട്ടയില്ലാതാക്കിയെടുക്കാം. ഇതിനി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ച് ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലോർ ചേർത്താൽ പെട്ടെന്ന് കട്ടിയാവും, അതുകൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പം തിളച്ച് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി പുഡിംഗ് ട്രേയിൽ ബ്രെഡിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ 1 ലെയറും കൂടെ ബ്രെഡ് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ലെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 1 ലെയർ ആയാലും മതി. 1 ലെയറാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇത് ട്രേന്റെ ഹൈറ്റ് അധികമുള്ളതുകൊണ്ട് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഈ ബ്രെഡ് ഞാൻ ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്താണ്. ഇതിന്റെ മേലെ ബാക്കി കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മേലെ കുറച്ച് പിസ്ത മുറിച്ചതിട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് പിസ്ത മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ഇതിനി ചൂടാറുമ്പം ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്താണ്. ഇതിനി കട്ട് ചെയ്തെടുക്കാം. മുറിച്ചെടുത്ത പീസ് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.